Hi friends, I would like to introduce you to our niece. She's Abia and she's finished BDS. She's in wait of job and was going to share the word of God from Proverbs and is basically based on trust. So I give her this opportunity to share her thought. God bless. Praise Lord. Today I just want to share a thought with all of you which was there in my mind for quite some time. It's through scripture, like when I was feeling very down, depressed. ആ സമയത്ത് ദൈവം എനിക്ക് തന്നൊരു വേഴ്സ് ആണ്. It's from the book of Proverbs, chapter 3, verse 5 and 6. It's like this: Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge Him, and He shall direct your paths. It's basically about trusting God. നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ് ട്രസ്റ്റിംഗ് ഗോഡ്. ബട്ട് വെൻ യു സീ പ്രാക്ടിക്കലി അത് പറയുമ്പം വെൻ ലൈക്ക് പ്രാക്ടിക്കലി ഇൻ ദ സെൻസ് സർട്ടൻ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് വരുമ്പം ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പം ഇറ്റ്സ് ഈസി ടു സേ. പക്ഷെ നമുക്ക് പല സമയത്തും നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരണമെന്നില്ല. ലൈക്ക് ഫോർ മീ, ഈവൻ പറയുന്ന എനിക്കായപ്പോഴും എൻ്റെ ലൈഫിൽ വരുന്ന സർട്ടൻ സിറ്റുവേഷൻസിൽ എനിക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പല സമയത്തും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഗോഡ് ആർ യു റിയലി ദെയർ? ദൈവം ശരിക്കും ഉണ്ടോ? ദെൻ വൈ ഇറ്റ്സ് ഹാപ്പനിങ് ലൈക്ക് ദിസ് ഇൻ മൈ ലൈഫ്? എനിക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പം വചനത്തിൽ നമ്മളോട് പറയുന്നത് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദ ബൈബിൾ വേറെ ഒത്തിരി എക്സാമ്പിൾസ് അതിനുവേണ്ടി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എബ്രഹാം. ആസ് യു ഓൾ നോ, എബ്രഹാമിന് ദൈവം സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ബയോളജിക്കലി ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ സാറ ടു ബെയർ എ ചൈൽഡ് അറ്റ് ദാറ്റ് ഏജ്. പക്ഷേ they completely trusted in the God and ദൈവം അവിടെ ഒരു മിറക്കിൾ പ്രവർത്തിച്ചു. ആൻഡ് ലേറ്റർ ഓൾസോ ദൈവം എബ്രഹാമിന് അത്ര ഒരു മിറക്കിളിന്റെ ഫലമായിട്ട് കൊടുത്ത ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ he was ready to do it. He completely trusted God. It was like ഈ ചാരത്തിൽ നിന്ന് ദൈവം എനിക്കൊരു പുതിയ സന്തതിയെ തരാൻ കഴിയുമെന്ന് എബ്രഹാം ട്രസ്റ്റ് ചെയ്തു. And coming to New Testament, the thing which comes to my mind is about that രക്തസ്രാവക്കാരി സ്ത്രീ. ഷി വാസ് ലൈക്ക് യേശുവിന്റെ വസ്ത്രത്തിന്റെ ആ സൈഡെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഗോഡ് വിൽ ഹീൽ മീ, എനിക്കൊരു കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടുമെന്ന് ഷീ ബിലീവ്ഡ് ആൻഡ് ഷീ ട്രസ്റ്റഡ്. ആൻഡ് അത് അവൾക്ക് അത്ഭുതമായിട്ട് നടന്നു. സോ ഇൻ ദ ബൈബിൾ തന്നെ മാത്യു 17:20 പറയുന്നുണ്ട്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് as small as a mustard seed, you can say to this mountain, move from here to there and it will move. Nothing will be impossible for you. അങ്ങനെയാണ് പറയുന്നത്. എത്ര നമ്മുടെ ലൈഫിൽ എത്ര ആൻഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ കൂടെ കടന്നു പോയാലും നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒന്നും ആക്സിഡന്റ് അല്ല. ഈവൻ അവർ ബർത്ത്, ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് വൺ. ഇറ്റ് വാസ് നോട്ട് ആക്സിഡന്റൽ. ദ പ്ലേസ് വെയർ വി വർ ബോൺ, ദ ഫാമിലി ടു വിച്ച് വി വർ ബോൺ, അത് ഒന്നും ആക്സിഡന്റ് അല്ല. ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനിങ് പ്രകാരം നടന്നാണ്. ടിൽ അവർ എറ്റേണിറ്റി. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ ആരാകുമെന്ന്, നമ്മുടെ ജോബ്, നമ്മുടെ കരിയർ, നമ്മുടെ ഫാമിലി, ഇറ്റ് വാസ് ഓൾ പ്രീ പ്ലാൻ. നമുക്ക് അതിനെപ്പറ്റി ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇറ്റ്സ് ഓൾ പ്ലാൻ. ഇറ്റ്സ് ഓൾ പ്ലാൻഡ് ഇൻ ഗോഡ്സ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതെല്ലാം പ്ലാൻഡ് ആണ്. സാം 71 വേഴ്സസ് 5-6 പറയുന്നുണ്ട്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മളെ എടുത്തത് തന്നെ കർത്താവാണ്. സോ നമുക്ക് നമ്മുടെ ലൈഫിന്റെ എല്ലാ സിറ്റുവേഷൻസിലും ഇറ്റ്സ് സേഫ് ഇൻ ഗോഡ്സ് ഹാൻഡ്. ലൈക്ക് നമ്മുടെ ലൈഫിൽ എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ്, ഒന്നും തിന്മയ്ക്കായിട്ടല്ല. ദ കറന്റ് മൂമെന്റ് വി മൈറ്റ് ഫീൽ ഇറ്റ് ലൈക്ക് ഇതെന്റെ തിന്മയ്ക്കായിട്ടാണല്ലോ, ദർ ഇസ് നത്തിങ് ഗോയിങ് ടു, ഇതിൽ നിന്ന് എനിക്കൊരു നല്ലതും വരാൻ പോകുന്നില്ല. ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഹി വിൽ ഡു ഇറ്റ്. നമ്മൾ ഹ്യൂമൻലി ബേസിൽ നമ്മൾ ചിന്തിക്കുമ്പം നാളെ എന്താകും എങ്ങനെയൊക്കെ നമുക്ക് വറീസ് വരാം. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട് നാളെ എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. ആൻഡ് ഹീബ്രു നമ്മൾക്ക് ഈ പ്ലാനിന്നൊക്കെ ചില സമയത്ത് നമുക്ക് മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് വരും. വെൻ വി ഗോ എവേ ഫ്രം ഗോഡ്, നമ്മൾ സ്പിരിച്വലി കുറച്ച് എവേ ആകുമ്പം, നമ്മൾ കുറച്ച് പാപങ്ങളൊക്കെ ചെയ്ത് മാറി മാറി പോകുമ്പം ദൈവം നമ്മൾ ആ പ്ലാനിൽ നിന്ന് മാറിപ്പോവാണ്. പക്ഷെ എന്നാലും ഹീബ്രു 12:7 പറയുന്നുണ്ട്, ഒരു പിതാവ് സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ബാലശിക്ഷ കൊടുക്കുന്നത്. ദി സെയിം വേ ഗോഡ് ലവ്സ് അസ്. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്നു. അത് കാരണം ദൈവം നമ്മളെ ഇത്രയും മഹാകരുണയും മഹാദയയും മഹാ മനസ്സലുമുള്ള വേറൊരു ദൈവമില്ല.
because of his love നമുക്ക് നമ്മുടെ പാപമെല്ലാം ദൈവം ക്ഷമിച്ച കാരണം and when we repent our sins അത് God will forgive, and when we come back to his plan he will do great miracle in our life. So a small message which I want to convey is, whatever situation which you're facing in your life, it may be with your job, with your studies or your family, completely trust in your Lord and in all the ways acknowledge him, and he will direct your paths and he will do a miracle in your life. God bless.